ആറളം പുനരധിവാസ മേഖലയിലെ ഓരോ ദിവസവും ഇരുട്ടി വെളുക്കുന്നത് ആനയുടെ പരാക്രമ കഥകൾ കേട്ടാണ്. ഏറ്റവും ഒടുവിൽ ഫെബ്രുവരിയിൽ വെള്ളി ലീല ദമ്പതികളെ കാട്ടാന അതിക്രൂരമായി കൊന്നപ്പോൾ പുനരധിവാസ മേഖല ഒരിക്കലും കാണാത്തത്ര പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷിയായെങ്കിലും പതിയെ പതിയെ കെട്ടടങ്ങി. അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പലതും ആദിവാസികൾക്ക് കിട്ടാക്കനിയാവുകയാണ്. കൂടുതൽ RRT സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രിയുടെ വാക്കുകൾ ചവറ്റുകൊട്ടയിലാണ്. പുനരധിവാസ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് കണക്കെടുപ്പുകൾ നടത്തിയെങ്കിലും പിന്നീട് യാതൊരു പുരോഗതിയും നടന്നിട്ടില്ല. അടിക്കാടുകൾ വെട്ടിത്തെളിക്കണം എന്ന ഉത്തരവ് പണമില്ലെന്ന പേരിൽ ഫയലിൽ ഉറങ്ങുന്നു. മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന അവലോകന യോഗം മിനിറ്റ്സിൽ ഒതുങ്ങുന്ന പ്രഹസനങ്ങൾ മാത്രമായി തീരുന്നു. വ്യാഴാഴ്ച രാത്രി മാത്രം 10-ലധികം സ്ഥലത്താണ് ആനയിറങ്ങി നാശനഷ്ടം വിതച്ചത്. ബ്ലോക്ക് 9 കാളിക്കയത്തിൽ അശോകന്റെ വീടിന്റെ മുറ്റത്തെത്തിയ കൊമ്പൻ ഭീതി വിതച്ചത് അരമണിക്കൂറിലധികം സമയം. രാത്രി 1:30 വീട്ടുമുറ്റത്തെത്തിയ കൊമ്പൻ മുറ്റത്തെ പ്ലാവിൽ നിന്നും ചക്ക പറിച്ചു തിന്ന ശേഷം യാതൊരു ഭയവും കൂടാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. RRT എത്തി തുരത്തിയ ശേഷമാണ് ആന വീട്ടുമുറ്റത്ത് നിന്ന് പിന്മാറിയത്. ചക്ക വീഴുന്ന ശബ്ദം കേട്ടുണർന്ന അശോകനും കുടുംബവും ഭീതിയോടെയാണ് വീട്ടിൽ ചിലവഴിച്ചത്. പുനരധിവാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനശല്യം നിലനിൽക്കുന്ന പ്രദേശമാണ് ബ്ലോക്ക് 1355. ഇവിടേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യത്തിന് പുനരധിവാസത്തിന്റെ അത്രയും പഴക്കമുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങളെ അവഗണിക്കുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 3 കിലോമീറ്ററിൽ അധികം വരുന്ന മൺറോഡ് ഇപ്പോഴും കാൽനട യാത്രികർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ആനയുണ്ടെന്ന വിവരത്തെ തുടർന്നെത്തിയ RRTയുടെ 2 വാഹനവും കഴിഞ്ഞ ദിവസം ചെളിയിൽ താഴ്ന്നിരുന്നു. മണിക്കൂറുകൾ എടുത്താണ് വാഹനം വെളിയിലെടുത്തത്. ലക്ഷങ്ങൾ പാസ്സായിട്ടുണ്ടെന്ന വാഗ്ദാനം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടിയന്തര ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണ്. TRDM മുതൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളെല്ലാം തങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു എന്നാണ് ഇവിടുത്തെ താമസക്കാർ പറയുന്നത്. കാരണം പലതാവാം, പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട്. പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ്. പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും. നടുവേദന, മുട്ടുവേദന, ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം. വാതരോഗങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ, സന്ധിവേദന, വെരിക്കോസ് വെയിൻ, പക്ഷാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധിപ്രകാരമുള്ള നൂതന ചികിത്സ. നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു. ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ്, ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച്, ഇരിക്കൂർ റോഡ്, തന്തോട്, ഇരിട്ടി. 8111842255 7559958255. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.